നമ്മൾ യൂറോപ്പിലൂടെയുള്ള ഒരു ദീർഘയാത്രയ്ക്ക് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മളാദ്യം ജർമ്മനിയിലെ മ്യൂണിക്കിൽ വന്നു. മ്യൂണിക്കിലെ കുറേ കാഴ്ചകളിലൂടെ ഏതാനും ദിവസങ്ങൾ സഞ്ചരിച്ച് ഇപ്പോൾ നമ്മൾ അയൽ രാജ്യമായ ഓസ്ട്രിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓസ്ട്രിയയിലെ സാൽസ്ബർഗിലെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയിട്ട് ബാഗൊക്കെ അവിടുത്തെ ക്ലോക്ക് റൂമിൽ വെച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി ഈ നഗരം എക്സ്പ്ലോർ ചെയ്യണം. ഇപ്പോൾ സമയം ഒരു 11 മണി കഴിഞ്ഞിട്ടുണ്ട്. വൈകുന്നേരം വരെ എനിക്കിവിടെ സമയമുണ്ട്. എനിക്കിനി ഇവിടുന്ന് നേരെ പോകേണ്ടത് വിയന്നയിലേക്കാണ്. ഓസ്ട്രിയയുടെ തലസ്ഥാന നഗരം, സാംസ്കാരിക നഗരം, ലോകത്തിൻ്റെ ഒരു കൾച്ചറൽ ക്യാപിറ്റൽ എന്ന് വേണേൽ പറയാവുന്ന കലകളുടെ സംഗമ വേദിയാണ് വിയന്ന. അപ്പോൾ ആ വിയന്നയിൽ നാളെയാണ് എനിക്ക് ചിത്രീകരിക്കേണ്ടതൊക്കെ. പക്ഷേ ഇന്ന് രാത്രി തന്നെ ചെല്ലണം. വിയന്നയിലൊന്നും ഞാൻ ഇതിനു മുമ്പ് പോയിട്ടില്ല, പരിചയമില്ലാത്ത നഗരമാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഞാൻ സാൽസാഷ് നദിയുടെ കുറുകെയുള്ള പാലത്തിൻ്റെ സൈഡിലേക്ക് നടക്കുകയാണ്. അപ്പോൾ ഈ ഇൻഫർമേഷൻ സെൻറ്ററിൽ നിന്ന് എന്നോട് പറഞ്ഞിരുന്നു, ഈ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇടത്തോട്ട് നടന്ന് നിങ്ങൾ ആ സ്ട്രീറ്റിലൂടെ, സ്റ്റേഷന് മുന്നിലുള്ള ആ സ്ട്രീറ്റിലൂടെ നേരെ നടന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു പാലത്തിലേക്കാണ് ചെല്ലുക. സാൽസാഷ് നദി എന്ന് പറയുന്ന നദിയുടെ കുറുകെയുള്ള പാലത്തിലേക്ക്. ആ പാലം കടന്നാൽ ഓൾഡ് ടൗണിലെത്തും. സാൽസ്ബർഗ് നഗരത്തിൻ്റെ പുരാതന ഭാഗത്തേക്ക് എത്തും. അവിടെയാണ് പ്രധാന കാഴ്ചകളെല്ലാം. അപ്പോൾ അങ്ങോട്ട് ഞാൻ നടക്കുകയാണ്. നടന്നു പോകുമ്പോൾ ഒരു പള്ളിമണി കേൾക്കാം. യൂറോപ്പിൽ പലയിടത്തും ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പള്ളിമണികൾ കേൾക്കും. അപ്പോൾ ഈ പള്ളിമണി കേട്ടപ്പോൾ ഞാൻ അവിടേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു പള്ളി ഗോപുരം, പോകുന്ന വഴിക്ക് തന്നെയാണത്. ഞാൻ അങ്ങോട്ട് നടന്നു. പള്ളിയുടെ പരിസരത്തെ കുറച്ച് ആളനൊക്കെ ഉണ്ട്. ഞാൻ പള്ളിക്കകത്തേക്ക് കയറി ചെന്നു. പള്ളിക്കകത്ത് കയറി ചെല്ലുമ്പോൾ ഈ ഒരു അസമയമാണ്, 11 മണിയൊക്കെ കഴിഞ്ഞ സമയത്ത് സാധാരണഗതി പള്ളി ചടങ്ങുകളൊന്നും ഉള്ളതല്ല. പക്ഷേ ഈ സമയത്ത് അവിടെ ഒരു കല്യാണം നടക്കുകയാണ്. ഞാൻ ക്യാമറയായിട്ട് അതിനകത്ത് കയറി. കല്യാണത്തിൽ കുറച്ച് ആളുകളേ ഉള്ളൂ, കൂടിപ്പോയാൽ ഒരു 20 പേര് കാണും. വലിയ പള്ളിയാണ്. പക്ഷേ അതിൻ്റെ മുമ്പിൽ ഒരു 20 പേര്, വധുവും വരനും. ഞാനും ക്ഷണിക്കാത്ത ഒരു അതിഥിയായി കയറുന്നു. ഒരു വീഡിയോഗ്രാഫറെ പോലെ ധൈര്യപൂർവ്വം ആ കല്യാണമൊക്കെ ഷൂട്ട് ചെയ്തു. അച്ഛൻ ഇവരെ വിവാഹം ആശീർവദിക്കുന്നു. വധുവും വരനും വിവാഹ വേഷത്തിൽ നിൽക്കുന്നു. കുറച്ച് നേരം ഷൂട്ട് ചെയ്തങ്ങനെ ഞാൻ അവിടെ നിന്നു. ഇപ്പം ഞാനത് 23 വർഷങ്ങൾക്ക് ശേഷം ഈ വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ ആ ദമ്പതിമാരുടെ അവസ്ഥ എന്താണെന്ന് ഞാൻ ഈ കഥ പറയാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ചിന്തിക്കുകയായിരുന്നു. ഇപ്പോൾ അവർ ഒന്നിച്ച് ജീവിക്കുന്നുണ്ടോ? ഒന്നിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കുട്ടികളുണ്ടോ? കുട്ടികളുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് 10-20 വയസ്സായ ഒരു കുട്ടി ഉണ്ടാവണം. അന്ന് ആ വിവാഹിതരായ വധുവരന്മാർ ഒരിക്കലും അറിഞ്ഞിട്ടില്ല എന്നെപ്പോലെ ഒരു ഇന്ത്യക്കാരൻ അവരുടെ വിവാഹം ഷൂട്ട് ചെയ്തുകൊണ്ട് ആ പള്ളിക്കകത്തുണ്ടായിരുന്നെന്നും അത് സഞ്ചാരം എന്ന പരിപാടിയിലൂടെ ഏഷ്യാനെറ്റിലൂടെ അത് സംപ്രേഷണം ചെയ്യപ്പെട്ടെന്നും പിന്നീട് 23 വർഷങ്ങൾക്ക് ശേഷവും അവരുടെ ആ വിവാഹത്തെക്കുറിച്ച് ഞാൻ പരാമർശിച്ചു ഇതൊന്നും അവരറിയുന്നുണ്ടാവില്ല. അപ്പം ഇങ്ങനെയുള്ള ചില കൗതുകങ്ങളും രസങ്ങളും ഒക്കെ സഞ്ചാരത്തിൽ ഉണ്ടാവാറുണ്ട്. ആ പള്ളിയിൽ നിന്ന് ഇറങ്ങി വീണ്ടും നടന്നു ചെല്ലുമ്പോൾ അവിടെ ഒരു പാലസുണ്ട്. മിറബൽ പാലസ് എന്നാണ് എൻ്റെ പേര്. അതും നമ്മുടെ ഇൻഫർമേഷൻ സെൻറ്ററിലെ സ്ത്രീ വരച്ച വട്ടത്തിനകത്തുള്ളതാണ്. അതിനകത്തേക്ക് കയറി ചെന്നു. ഈ മിറബൽ പാലസ് ഒരു അത്ഭുതപ്പെടുത്തുന്ന കൊട്ടാരമൊന്നുമല്ല. പക്ഷേ അതിൻ്റെ മുമ്പിൽ അതിമനോഹരമായ ഒരു ഉദ്യാനമുണ്ട്. ഈ ഉദ്യാനത്തിൻ്റെ പ്രത്യേകത ഫ്ലവർ ബെഡുകളാണ്. അതിമനോഹരങ്ങളായ ഫ്ലവർ ബെഡുകൾ. നിലത്തിന് പല നിറങ്ങളാണ്. പൂക്കൾ കൊണ്ടാണ് ആ നിറം ഉണ്ടായിരിക്കുന്നത്. ചിലയിടത്ത് പച്ച നിറം, അത് പുൽമേടാണ്. അതിൻ്റെ ഓരങ്ങളിൽ ചുവന്ന പൂക്കളുടെ ബോർഡറുകൾ, അതിനപ്പുറത്ത് മഞ്ഞപ്പൂക്കളുടെ ബോർഡറുകൾ, വേറൊരു ഭാഗത്ത് വയലറ്റ് പൂക്കളുടെ ഒരു കളം. ഇങ്ങനെ മൾട്ടി കളറായിട്ടുള്ള ഒരു വലിയ മൈതാനം പോലെയാണ് ഈ ഉദ്യാനം കിടക്കുന്നത്. ഒരു പട്ടുസാരി വിരിച്ചിട്ടതുപോലെ, ഏതാനും ഏക്കർ വിസ്തൃതിയുള്ള ഒരു പേർഷ്യൻ പരവതാനി വിരിച്ചിട്ടതുപോലെ മനോഹരമായ ഒരു ഉദ്യാനം. അതിൻ്റെ കാഴ്ചകളെല്ലാം ഷൂട്ട് ചെയ്തു. വീണ്ടും നടന്നു. ഈ സാൽസാഷ് നദിയുടെ കുറുകെയുള്ള പാലത്തിലേക്ക് കയറി. നദി അതിശാന്തമായി ഇങ്ങനെ അടിക്കൂടി ഒഴുകുകയാണ്. നല്ല തെളിഞ്ഞ വെള്ളമാണ്. നമുക്ക് കൊതി വരുന്ന തരത്തിൽ തെളിഞ്ഞ വെള്ളം, ആൽപ്സിൽ നിന്ന് ഉരുകി വരുന്ന ഐസൊക്കെ ഉരുകി വരുന്ന വെള്ളമാണ്. അടിത്തട്ട് കാണാം. ഒരു നഗരത്തിൻ്റെ നടുക്കുകൂടി ഒഴുകുന്ന നദിയാണെന്ന് ഓർക്കണം. എത്ര വൃത്തിയായിട്ടാണ് സംരക്ഷിക്കുന്നതെന്നറിയോ? അതിൻ്റെ ഓരങ്ങൾ, ഈ നദിയുടെ വക്കുകൾ ചെരിച്ച് ഇട്ടിരിക്കുകയാണ്. ആ ചെരിവ് മുഴുവൻ പുല്ല് പിടിപ്പിച്ചിട്ടിരിക്കുകയാണ്. ഈ ചെരിഞ്ഞ പുൽമേട്ടിൽ ആളുകൾ വന്ന് കിടക്കുന്നുണ്ട്. ചിലർ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, ചിലർ വട്ടത്തിലിരുന്ന് കഥ പറഞ്ഞിരിക്കുന്നു. ആളുകൾ രസിക്കുകയാണ് അവിടെ ഇരുന്നിട്ട്. ഈ കാഴ്ചകളെല്ലാം കണ്ട് ഞാൻ മർഗരയിലേക്ക് എത്തുന്നു. ഈ മർഗരയിലെത്തുമ്പോൾ നമ്മൾ സാൽസ്ബർഗ് നഗരത്തിൻ്റെ പുരാതന നഗരഭാഗത്തിലേക്കാണ് ചെല്ലുന്നത്. അതായത് നഗരത്തിൻ്റെ ഏറ്റവും പഴക്കമുള്ള ഭാഗം. പുരാതനമായ കെട്ടിടങ്ങൾ, ഇടുങ്ങിയ തെരുവുകൾ. ഇടുങ്ങിയ തെരുവുകൾ എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട തെരുവെന്നല്ല, കല്ല് വിരിച്ച് സുന്ദരമാക്കിയ വീതി കുറഞ്ഞ തെരുവുകളാണ്. അതിൻ്റെ ഓരങ്ങളിൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കെട്ടിടങ്ങളാണ്. ഈ കെട്ടിടങ്ങളിലേക്ക് സൂക്ഷിച്ച് നോക്കി നടക്കുമ്പോൾ ഒന്ന് മനസ്സിലായി, ഞാൻ അന്വേഷിച്ച് നടക്കുന്ന ഒരു പ്രതിഭയുടെ ചിത്രങ്ങളാണ് ആ കടയിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന മിക്ക ഉൽപ്പന്നങ്ങളുടെയും കവറിലെന്ന് മനസ്സിലായി. മൊസാർട്ട് എന്ന ലോകാത്ഭുതമായ സംഗീത പ്രതിഭയുടെ വീട് തേടിയാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. മൊസാർട്ട് ജനിച്ചത് ഈ സാൽസ്ബർഗിലാണ്.
ഈ സാൽസ്ബർഗിലെ ഈ പുരാതന നഗരത്തിലെ ഏതോ ഒരു വീട്ടിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം വളർന്നത്, സംഗീതത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ചത്. ആ പ്രതിഭയെ വളർത്തിയ ആ വീടൊന്ന് കാണണം. അതിനുവേണ്ടി നടക്കുമ്പോൾ വഴിയൊരുകെ ബേക്കറികളുണ്ട്, സുവനീർ കടകളുണ്ട്, ടൂറിസ്റ്റുകൾക്ക് വേണ്ട പലവിധ സാധനങ്ങൾ വിൽക്കുന്ന കടകളുണ്ട്. ഇവിടെയെല്ലാം തീം മൊസാർട്ടാണ്. ബേക്കറികളിൽ ബിസ്ക്കറ്റിൻ്റെ കൂടുകളുണ്ടല്ലോ, അതിൽ മൊസാർട്ടിൻ്റെ പടമാണ്. മൊസാർട്ട് എന്ന ബ്രാൻഡിലാണ് ബിസ്ക്കറ്റുകൾ, പലഹാരങ്ങൾ. സുവനീർ കടകളിലെ സമ്മാനങ്ങൾ ബഹുഭൂരിപക്ഷവും മൊസാർട്ടിൻ്റെ ചിത്രങ്ങൾ അല്ലെങ്കിൽ മൊസാർട്ടിൻ്റെ ചിത്രം പതിച്ച സംഗീതോപകരണങ്ങൾ, അതിൻ്റെ മിനിയേച്ചറുകളൊക്കെയാണ്. മൊസാർട്ട് മയമാണ് ആ തെരുവുകൾ മുഴുവൻ. ഞാൻ അങ്ങനെ ആ തെരുവിലൂടെ നടന്നു. അപ്പോൾ ആ തെരുവിലൂടെ ഈ മാപ്പിനകത്ത് മാർക്ക് ചെയ്ത് തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ആ തെരുവിലൂടെ ഞാൻ നടന്ന് കുറച്ച് ചെന്ന് കഴിയുമ്പോഴത്തേക്കും മൊസാർട്ടിൻ്റെ വീട്, അതിന്നൊരു മ്യൂസിയമാണ്. അവിടേക്കുള്ള എൻട്രൻസ് കണ്ടു. അവിടെ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്ത് ഞാൻ അകത്തേക്ക് കയറി. ധാരാളം ആളുകൾ അതിനകത്തേക്ക് കയറി പോകുന്നുണ്ട്. മൊസാർട്ട് ലോകപ്രതിഭയായ സംഗീതജ്ഞനാണ്. അദ്ദേഹം താമസിച്ചിരുന്ന വീട്, അദ്ദേഹം ജനിച്ച മുറി, ഇതെല്ലാം ഇന്നുണ്ട്. പക്ഷേ അവിടെ ഇന്ന് മ്യൂസിയമാക്കി മാറ്റിയിരിക്കുകയാണ് മുഴുവൻ. ഈ മൊസാർട്ട് 1756 ജനിക്കുന്നത്. വെറും 35 വർഷമാണ് ഈ മനുഷ്യൻ ജീവിച്ചിരുന്നത്. 1791 അദ്ദേഹം മരിച്ചു. ഈ മരിക്കുന്നതിനിടയിൽ, ഈ 35 വയസ്സിനിടയ്ക്ക് 800-ലേറെ സംഗീത പരിപാടികൾ അദ്ദേഹം ചിട്ടപ്പെടുത്തി. സിംഫണികൾ, ഓപ്പറകൾ, കൺസേർട്ടുകൾ, ഇതെല്ലാം അദ്ദേഹം ചിട്ടപ്പെടുത്തി. അദ്ദേഹം ഒരു സംഗീത സംവിധായകനായിരുന്നു. അദ്ദേഹം ചിട്ടപ്പെടുത്തിയ സിംഫണികളും ഓപ്പറകളും ഒക്കെ ഇന്നും ലോക പ്രശസ്തമാണ്. ഇന്നും നിങ്ങൾ കേൾക്കുന്ന, നിങ്ങൾക്ക് സുപരിചിതമായ പല ട്യൂണുകളും ഈ മൊസാർട്ടിൻ്റേതാണ് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ആ പ്രതിഭയുടെ കഴിവിൻ്റെ ആഴം. അതിൽ ഏറ്റവും രസകരമായ കാര്യം എന്നറിയോ, ഇദ്ദേഹം 5-ാമത്തെ വയസ്സിലാണ് ആദ്യത്തെ സിംഫണി ചിട്ടപ്പെടുത്തുന്നത്, ആദ്യത്തെ സംഗീതം ചിട്ടപ്പെടുത്തുന്നത്. പിന്നീട് 6-ാം വയസ്സിൽ വിയന്നയിൽ തലസ്ഥാന നഗരത്തിൽ പോയി രാജാവിൻ്റെ മുന്നിൽ അദ്ദേഹം ഈ സംഗീത പെർഫോമൻസ് നടത്തി. രാജാവിൻ്റെയും രാജസഭയുടെയും പ്രശംസ ഏറ്റുവാങ്ങി. ഇദ്ദേഹത്തിൻ്റെ പിതാവ് ഈ കുഞ്ഞിനുള്ള സംഗീത പ്രതിഭയെ തിരിച്ചറിഞ്ഞിരുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ. അതുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു, അന്ന് റെക്കോർഡുകളില്ല, നമുക്കറിയാമല്ലോ, കാസറ്റുകളോ അല്ലെങ്കിൽ DVD പെൻഡ്രൈവോ ഒന്നും ഇല്ലാത്തൊരു കാലമാണ്. നമുക്ക് ഒരു കുട്ടിയെ അല്ലെങ്കിൽ സംഗീതം പരിശീലിപ്പിക്കണമെങ്കിൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് പഠിപ്പിക്കാൻ വിടാൻ മാത്രമേ പറ്റുള്ളൂ. മാത്രമല്ല, മറ്റ് സംഗീത പ്രതിഭകൾ ചെയ്ത സംഗീത പരിപാടികൾ കേൾക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ ആ പരിപാടി നടക്കുന്നിടത്ത് ചെല്ലണം. അപ്പോൾ വിയന്നയിൽ സ്ഥിരമായി സംഗീത പരിപാടികളുണ്ട്. പക്ഷേ വിയന്നയുടെ അവിടുത്തെ ഒരു പ്രത്യേക ശൈലിയിലുള്ളത് മാത്രമേ കേൾക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഈ പിതാവ് എന്ത് ചെയ്തു എന്നറിയോ, ഈ പയ്യനായ മൊസാർട്ടുമായി യൂറോപ്പിലെങ്ങും സഞ്ചരിച്ചു. യൂറോപ്പിലെ ക്ലാസിക് നഗരങ്ങളിൽ പലയിടത്തും വർഷം തോറും നിരന്തരം നടക്കുന്ന സംഗീത പരിപാടികളിലെല്ലാം പോയി പങ്കെടുത്തു. വ്യത്യസ്തരായ പ്രതിഭകളുടെ സംഗീത പരിപാടികൾ, ഓപ്പറകൾ, സിംഫണികൾ, ഇതിലൊക്കെ കേൾക്കാനുള്ള അവസരം നൽകി. അങ്ങനെ ഈ ബാലൻ വളരെ ചെറുപ്പത്തിൽ തന്നെ സംഗീതത്തിൻ്റെ ഒരു പ്രതിഭയായി മാറി. ഇന്ന് നമ്മൾ AR റഹ്മാനെയൊക്കെ ബാല്യം മുതൽ സംഗീതത്തിൻ്റെ അത്ഭുത പ്രതിഭയെന്ന് വിശേഷിപ്പിക്കുന്നത് പോലെ 1760-70 കാലഘട്ടത്തിലൊക്കെ ലോകത്തെയാകെ, യൂറോപ്പിനെയാകെ വിസ്മയിപ്പിച്ച ഒരു പ്രതിഭയായിരുന്നു ഈ മൊസാർട്ട്. എന്നാൽ ഈ 35-ാം വയസ്സിൽ ഈ മനുഷ്യൻ മരിക്കുന്നത് കിഡ്നി രോഗത്തെ തുടർന്നാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അന്ന് രോഗം എന്താണെന്ന് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള മാർഗ്ഗമൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കിഡ്നി പ്രവർത്തനരഹിതമായി. കിഡ്നി പ്രവർത്തനരഹിതമായത് എങ്ങനെ എന്നതിനെക്കുറിച്ച് വലിയ അഭ്യൂഹങ്ങൾ പിന്നീട് പരന്നു, പല സംശയങ്ങളും ഉയർന്നു. അക്കാലത്തെ മറ്റൊരു പ്രശസ്ത സംഗീത സംവിധായകനായിരുന്നു അന്റോണിയോ സാലിയേരി. ഈ അന്റോണിയോ സാലിയേരിക്ക് ഈ മൊസാർട്ടുമായി കടുത്ത ശത്രുതയുണ്ടായിരുന്നെന്നും അസൂയുണ്ടായിരുന്നെന്നും അദ്ദേഹമാണ് ഇദ്ദേഹത്തെ വകവരുത്തിയത് എന്നുമുള്ള ഒരു കഥ പിന്നീട് പ്രചരിക്കുകയുണ്ടായി. ഇന്നും നമ്മൾ അന്വേഷിക്കുമ്പോൾ ഈ അന്റോണിയോ സാലിയേരിയുടെ പേരാണ് ഇദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ കാരണക്കാരനായിട്ട് നമ്മൾ കാണുന്നത്. അതിലെത്ര വാസ്തവം ഉണ്ടെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ ഈ അന്റോണിയോ സാലിയേരി നിഷ്കളങ്കനായിരിക്കാം, അദ്ദേഹത്തിന് ഒരു മനസ്സറിവും ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഇന്നത്തെ പോലെ അന്നും ഗോസിപ്പുകൾ പരക്കുമായിരുന്നു. ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലെങ്കിലും, മാധ്യമങ്ങൾ ഇന്നത്തെ പോലെ ശക്തമല്ലെങ്കിലും, നാട്ടിലും അന്യനാട്ടിലും ഒക്കെ ഈ കഥകൾ പ്രചരിച്ചിരുന്നു. അങ്ങനെ മൊസാർട്ടിൻ്റെ വീട്ടിൽ നിന്ന് വീണ്ടും താഴേക്ക് ഇറങ്ങി, തെരുവിലേക്ക് ഇറങ്ങി. ആ തെരുവിലൂടെ നടന്ന് ഒരു മാർക്കറ്റ് ഏരിയയിലേക്ക് ചെല്ലുന്നു. ഈ മാർക്കറ്റ് പച്ചക്കറി മാർക്കറ്റാണ്. ഈ പച്ചക്കറി മാർക്കറ്റ് ഒരു പുതുമയുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ അവിടെ എന്നെ അത്ഭുതപ്പെടുത്തിയ, ആകർഷിച്ചൊരു കാഴ്ച എന്നറിയോ, നമ്മുടെ വറ്റൽമുളക്, നല്ല ചുവന്ന മെറൂൺ കളറിലുള്ള വറ്റൽമുളക് മാലയാക്കി കോർത്ത് അവിടെ ഈ ചന്തയിൽ പല ഭാഗത്തും കെട്ടിത്തൂക്കിട്ടിരിക്കുന്നു. എരിവിനെ വലിയ ഭയമുള്ള യൂറോപ്യന്മാരുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് ഇത്രയേറെ വറ്റൽമുളക് വിൽക്കാനിട്ടിരിക്കുന്നതെന്ന് എനിക്ക് അത്ഭുതം തോന്നി. വേറൊരു ഭാഗത്ത് ഒരു അമ്മൂമ്മ ഒരു നൂൽപ്പാവ കളിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു. കുറേ പാവകൾ അവരുടെ കയ്യിലുണ്ട്.
നൂല് കൊണ്ട് ഇതിനെ ചലിപ്പിക്കാം. അതുകൊണ്ട് നൃത്തമൊക്കെ ചെയ്യിക്കാം. നൃത്തം ചെയ്യിക്കുക മാത്രമല്ല, അവരെ കൊണ്ട് പല ജോലിയും ചെയ്യിക്കാം. വിരലേൽ പല നൂലുകൾ കെട്ടിയിട്ടിരിക്കുക. അപ്പോൾ ഈ വിരലനക്കുന്നതനുസരിച്ച് ഈ പാവ പ്രവർത്തിക്കും. ചെറിയ പാവയാണ്, പക്ഷേ കൗതുകം തോന്നും, രസമാണ്. അമ്മൂമ്മയുടെ വിരൽ മാത്രം ഈ ചരട് കിട്ടിയാലേ ഇത് നടക്കുകയുള്ളൂ. നമ്മളിത് മേടിച്ചുകൊണ്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. ഒരു 6 മാസത്തെ പരിശീലനമെങ്കിലും ഉണ്ടെങ്കിലേ ഈ അമ്മൂമ്മ ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് അധികാരം വാങ്ങുന്നില്ല. വേറൊരാൾ ഈ ചന്തയുടെ ഒരു ഭാഗത്ത് ഒരു യന്ത്രമനുഷ്യനായിട്ട് നിൽക്കുകയാണ്. യന്ത്രമനുഷ്യൻ ചലിക്കുന്നത് പോലെയാണ്, കൃത്യമായ യന്ത്രമനുഷ്യൻ്റെ ചലനങ്ങൾ. അത് കാണാനും കുറേ ആളുകളുണ്ട്. അതും ഞാൻ കുറേ നേരം കണ്ടു നിന്നു. പിന്നെ വേറൊരു അപ്പൂപ്പൻ അവിടെ ഇരുന്നിട്ട് ചിത്രം വരയ്ക്കുകയാണ്. ഇത്തരം നഗരങ്ങളിൽ ടൂറിസ്റ്റുകൾ ധാരാളമായി എത്തുന്ന നഗരമാണിത്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സിറ്റികളിലൊന്നാണിത്. അപ്പം ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു നഗരത്തിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കലാകാരന്മാർ, പെർഫോമേഴ്സ് എല്ലാം ഇവിടെയുണ്ട്. കുടമണി കിലുക്കി പോകുന്ന കുതിരകളെ പൂട്ടിയ കുതിരവണ്ടികൾ ഇങ്ങനെ കടന്നു പോകുന്നു. എല്ലാം അഠിതവാർന്ന കുതിരവണ്ടികളാണ്, നല്ല പെർഫെക്ഷനുള്ള കുതിരവണ്ടികൾ. ഈ കുതിരവണ്ടികളിലാണ് ടൂറിസ്റ്റുകളായി വരുന്നവരൊക്കെ ഈ നഗരം കാണാൻ പോകുന്നത്. നടന്നു പോകുന്നവരുണ്ട്, കുതിരവണ്ടി വിളിച്ച് പോകുന്നവരുണ്ട്. അതല്ലാതെ മറ്റു വാഹനങ്ങൾ അധികമില്ല. അതിലൂടെ നടക്കുമ്പോൾ അവിടെ നമ്മളൊരു പള്ളിയും അതിൻ്റെ സെമിത്തേരിയിലേക്കും ചെല്ലുകയാണ്. ഈ സെമിത്തേരിക്കകത്ത് ഈ നഗരത്തിലെ പ്രശസ്തരായ നിരവധി വ്യക്തികൾ അടക്കം ചെയ്തിട്ടുണ്ട്. എന്തിനേറെ, മൊസാർട്ടിൻ്റെ ഭാര്യയെ വരെ സംസ്കരിച്ചിരിക്കുന്നത് ഈ പള്ളിയുടെ സെമിത്തേരിയിലാണ്. നിരവധി സാഹിത്യകാരന്മാരെ, നിരവധി ശാസ്ത്രകാരന്മാരെ ഒക്കെ സംസ്കരിച്ചിരുന്നു ഒരു സെമിത്തേരി. ആ സെമിത്തേരിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ പുറത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു ഫണിക്കുലർ ട്രാമുണ്ട്. ഈ ഫണിക്കുലർ ട്രാം എന്ന് പറഞ്ഞാൽ മല കയറുന്ന ഒരുതരം വണ്ടിയാണ്. അത് പാളത്തിലാണ് ഓടുന്നത്. ലോകത്ത് പലയിടത്തും വെച്ച് സഞ്ചാരത്തിൽ ഞാൻ ഈ ഫണിക്കുലർ ട്രാമുകൾ കാണിച്ചിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ സിറ്റാഡൽ അല്ലെ ഈ കോട്ട മലയുടെ മുകളിലാണ്. അപ്പോൾ ഈ മലയുടെ മുകളിൽ വരെ വേണം നമുക്ക് നടന്നു കയറാം. സ്റ്റെപ്സ് ഉണ്ട്, പക്ഷേ വലിയ അധ്വാനമാണ്, കുറച്ച് സമയമെടുക്കും, നല്ല വേർത്ത് കുളിക്കും. സമയം കളയണ്ട, നമുക്ക് ഈ ഫണിക്കുലർ ട്രാമിൽ തന്നെ പോകാമെന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ ഫണിക്കുലർ ട്രാമിൻ്റെ ഒരു പ്രത്യേകത, 2 ക്യാബിനുകളാണ് ഉള്ളത് ഈ ഫണിക്കുലർ ട്രാമുകൾക്ക്. ഇതിനെ നിയന്ത്രിക്കുന്ന ഒരു മോട്ടറാണ്. അപ്പോൾ ഈ മോട്ടർ പ്രവർത്തിക്കുമ്പോൾ ഒരു ക്യാബിൻ താഴേക്ക് വരുമ്പം താഴത്തെ ക്യാബിൻ നേരെ മുകളിലേക്ക് പോകും. കാരണം ഇത് രണ്ടും ഒരു വടത്തിൻ്റെ 2 അറ്റത്താണ് കിടക്കുന്നത്. അപ്പോൾ താഴേക്ക് ഒരെണ്ണം വരുമ്പോൾ ഒരെണ്ണം മുകളിലേക്ക് പോയേ പറ്റൂ. അപ്പോൾ മോട്ടറിന് വലിയ ലോഡില്ല. രണ്ടിലും നിറയെ ആളുള്ളപ്പോൾ ഏതാണ്ട് ഈക്വൽ വെയിറ്റേ ഉള്ളൂ രണ്ടിലും. അപ്പം ചെറിയൊരു ശക്തി കൊടുത്താൽ ഇത് മുകളിലേക്ക് കയറി വരും. ഞാനതിൽ ചെന്ന് കയറി. അതിന് ഏതാണ്ടൊരു എന്തോ ഒരു യൂറോയുണ്ട്. കൂടാതെ ഈ കാസിൽ കയറാൻ 20 യൂറോയുടെ ടിക്കറ്റ് എടുക്കണം. 5 മിനിറ്റ് യാത്രയേ ഉള്ളൂ. 5 മിനിറ്റ് കൊണ്ട് മുകളിലെത്തി. നമ്മുടെ പല ഹിൽ സ്റ്റേഷനുകളിലും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഫണിക്കുലർ ട്രാമുകളോ കേബിൾ കാറുകളോ ഒക്കെ കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. ഇത്രയേറെ ടൂറിസ്റ്റുകൾ വരുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച ടൂറിസം ഡെസ്റ്റിനേഷൻ എന്ന് നമ്മൾ അഭിമാനിക്കുന്ന കേരളത്തിൽ ഒരിടത്തും ഒരു ഫണിക്കുലർ ട്രാമോ ഒരു നല്ല മോഡേണായ ഒരു കേബിൾ കാറോ ഒന്നും നമുക്ക് ഇതുവരെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ ഇതിന് അനുവാദം കൊടുത്താൽ എത്രയോ സ്വകാര്യ വ്യക്തികൾ, ഗൾഫിലും വിദേശത്തും ഒക്കെയുള്ള എത്രയോ സമ്പന്നർ, കേരളത്തിൽ തന്നെയുള്ള എത്രയോ സമ്പന്നർ അനുവാദം കൊടുത്താൽ അവർ ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ പേടിയാണ് അവർക്കിത് ചെയ്യാൻ. കാരണം ഒരു പൊതുസ്ഥലത്ത് ഇത്തരം ഒരു സ്ഥാപനമായിട്ട് ഇറങ്ങുമ്പോൾ നാട്ടുകാർ തന്നെ ശത്രുക്കളാവുമോ, നാട്ടുകാർ തന്നെ ഇതിനെതിരെ പ്രതിഷേധമായിട്ട് രംഗത്ത് വരുമോ, ഇത് വേണ്ടാന്ന് പറഞ്ഞ് രാഷ്ട്രീയ പാർട്ടികൾ സമരം ചെയ്യുമോ, ഇതിൻ്റെ പിന്നിലെ അഴിമതിയെക്കുറിച്ചായിരിക്കുമോ പിന്നെ അടുത്തൊരു 10 വർഷത്തെ ചർച്ച, മാധ്യമങ്ങൾ അവരെ നിരുത്സാഹപ്പെടുത്തി പറഞ്ഞു വിടുമോ, അങ്ങനെയൊക്കെയുള്ള ഭയമാണ്. അങ്ങനെ ഞാൻ കാസിലിൻ്റെ മുകളിലെത്തി. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പണിതിരിക്കുന്നൊരു കാസിൽ. ഈ സാൽസ്ബർഗൊക്കെ ആർച്ച് ബിഷപ്പ് പ്രിൻസുമാർ ഭരിച്ചിരുന്നൊരു കാലത്ത്, അതായത് കത്തോലിക്കാ സഭ നേരിട്ട് ഭരിച്ചിരുന്നൊരു കാലമുണ്ട് യൂറോപ്പിലെ പല രാജ്യങ്ങളും. അക്കാലത്ത് പണിയിച്ച ഒരു കാസിലാണ്. അതിനകത്തെ ചില ഗോപുരങ്ങളൊക്കെ നമ്മുടെ കുത്തബ് മിനാറിനേക്കാൾ ഉയരമുള്ള ഗോപുരങ്ങളാണ്. കല്ലുകൊണ്ട് പണിത, വെണ്ണക്കല്ല് കൊണ്ട് അല്ലെങ്കിൽ ചുണ്ണാമ്പ് കല്ലുകൊണ്ട് പണിത കോട്ടകൊത്തളങ്ങൾ, അതിനകത്തൂടെയുള്ള ഇടവഴികൾ, അതിനകത്തെ പല മുറികൾ, അതൊക്കെ പലതും ഇന്ന് മ്യൂസിയങ്ങളാണ്, ആയുധപ്പുരകളാണ്. പണ്ട് ആയുധപ്പുരകളായിരുന്ന ഭാഗമുണ്ട്, പള്ളികളായിരുന്ന ഭാഗങ്ങളുണ്ട്, ചാപ്പലുകളായിരുന്ന ഭാഗങ്ങളുണ്ട്. അങ്ങനെ ആ മലമുകളിൽ ഒരു പ്രത്യേക ലോകം തന്നെ സൃഷ്ടിച്ചിരിക്കുക. അതിൽ പലയിടത്തും വ്യൂ പോയിൻറ്റുകളുണ്ട്, മട്ടുപ്പാവുകളുണ്ട്. അവിടെ പോയി നിന്നാൽ ഈ നഗരം കാണാം നമുക്ക്. താഴെക്കൂടെ സാൽസാഷ് നദി ഒഴുകുന്നത്, ആ പഴയ നഗരത്തിൻ്റെ പ്രധാന ഭാഗമായ ഒരു വലിയൊരു സ്ക്വയർ, ആ സ്ക്വയറിൻ്റെ ഒരു ഭാഗത്ത് കത്തീഡ്രലിൻ്റെ മുൻപിൽ വലിയ കല്ല് വിരിച്ച മനോഹരമായൊരു വലിയ മൈതാനം, ഈ മൈതാനത്തിന് ചുറ്റുമുള്ള പുരാതനമായ മന്ദിരങ്ങൾ, ഈ മൈതാനത്ത് തന്നെ എന്തൊക്കെയോ പരിപാടി നടക്കാൻ വേണ്ടിയിട്ട് കസേരകൾ നിരത്തിയിട്ടിരിക്കുന്ന കാഴ്ച, ഇതൊക്കെ കാണാം. കൂടാതെ നദിക്ക് അക്കരെയുള്ള റെയിൽവേ സ്റ്റേഷന്, നമ്മൾ നടന്നു വന്ന വഴികൾ, അവിടുത്തെ ആദ്യം കയറിയ പള്ളി, ഇങ്ങനെ അതിമനോഹരമായ ആ കൊട്ടാരം, ഇങ്ങനെ പലതും അവിടെ നിന്ന് കാണാം. അതെല്ലാം ഞാൻ ഷൂട്ട് ചെയ്തെടുത്തു. കുറേ നേരം അതിലൂടെ എല്ലാം നടന്ന് ചിത്രീകരണം എല്ലാം കഴിഞ്ഞ് വീണ്ടും ഈ ഫണിക്കുലർ ട്രാമിൽ തന്നെ കയറി താഴേക്ക് ഇറങ്ങി വന്നു, നഗരത്തിലേക്ക് വന്നു. ഫണിക്കുലർ ട്രാമിൽ ഞാൻ താഴേക്ക് ഇറങ്ങി വന്നിട്ട് പിന്നെ നടന്നെത്തുന്നത് ഞാൻ മുകളിൽ നിന്ന് കണ്ട ആ സ്ക്വയറിലേക്കാണ്. ആ പഴയ നഗരത്തിലെ ആ കത്തീഡ്രൽ പള്ളിയും അതിൻ്റെ മുന്നിലെ വമ്പൻ സ്ക്വയറും അതിമനോഹരമായ സ്ക്വയറാണ്.
ഈ സ്ക്വയറിൻ്റെ നടുഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറേ കസേരകൾ നിരത്തിയിട്ടിരിക്കുകയാണ്. അവിടെ നല്ല അലങ്കാരങ്ങളുണ്ട്, ലൈറ്റ് ആൻഡ് സൗണ്ട് സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നു. എല്ലാം പ്രൊഫഷണലാണ്, ഏറ്റവും മോസ്റ്റ് മോഡേൺ ഫെസിലിറ്റികൾ. അതവിടെ സാൽസ്ബർഗ് ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന ദിവസങ്ങളാണ്. ഈ ഫിലിം ഫെസ്റ്റിവലുകൾ ഇത്തരം സ്ഥലങ്ങളിൽ പലയിടത്തും നടക്കുന്നത് തിയേറ്ററുകൾക്കകത്തല്ല, പബ്ലിക് പ്ലേസിലാണ്. ഈ സ്ക്വയറിലാണ് ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നത്. രാത്രിയായി കഴിയുമ്പം അവിടെ ഒരു സ്ക്രീനിൽ പ്രൊജക്റ്റ് ചെയ്യുകയാണ് സിനിമ. അങ്ങനെ ആ ഫിലിം ഫെസ്റ്റിവൽ സെൻറ്ററിൽ നിന്ന് വീണ്ടും ഞാൻ നടന്നു. ഇനി അധിക സമയം ചുറ്റിക്കറങ്ങണ്ട, കാരണം ട്രെയിൻ എപ്പോഴാണെന്ന് ഞാൻ നോക്കിയിട്ടില്ല. ട്രെയിൻ ഈ റൂട്ടിൽ സാൽസ്ബർഗ്, വിയന്ന എല്ലാ മണിക്കൂറിലും ട്രെയിനുകളുണ്ടെന്ന് എനിക്കറിയാം. ചില സമയത്ത് അരമണിക്കൂർ ഇടവിട്ടും ട്രെയിനുകളുണ്ട്. ഏതായാലും റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചു നടക്കാൻ തീരുമാനിച്ചു. ഞാൻ നടന്നു. അപ്പോൾ ഒരു കഷ്ടിച്ചൊരു 1/4 മണിക്കൂർ നടക്കണം. നടന്ന് റെയിൽവേ സ്റ്റേഷനിലെത്തുന്നു. റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ക്ലോക്ക് റൂമിൽ നിന്ന് നമ്മൾ കാർഡിട്ട് പെട്ടി തുറന്ന് നമ്മുടെ ബാഗ് എടുക്കുന്നു. ബാഗ് എടുത്ത് ഞാൻ പ്ലാറ്റ്ഫോമിലേക്ക് ചെല്ലുന്നു. ഏത് പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വരുന്നതെന്ന് കണ്ടുപിടിച്ചു. 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ തന്നെ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് കാത്തുനിപ്പായി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വിയന്ന സൈഡിലേക്ക് പോകുന്ന ട്രെയിൻ എത്തുന്നു. ഞാൻ അതിലെ ഒരു കോച്ചിൽ ചെന്ന് കയറുന്നു. പക്ഷേ കയറി കഴിഞ്ഞപ്പോൾ മനസ്സിലായി അത് സെക്കൻഡ് ക്ലാസ് കോച്ചാണ്. എൻ്റെ കയ്യിലുള്ളത് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റാണ്. അപ്പോൾ എനിക്കൊരു സംശയം, ഈ ഫസ്റ്റ് ക്ലാസ്സുകാരന് സെക്കൻഡ് ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റുമോ? അപ്പോൾ ടിക്കറ്റ് എക്സാമിനർ അതിലെ അവിടെ കടന്നു വരുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് ചോദിച്ചു, എൻ്റേത് ഫസ്റ്റ് ക്ലാസ്സാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നേരെ പുറകോട്ട് നടന്നാൽ മതി, അവിടെ 2 കോച്ച് കഴിയുമ്പം ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ഫസ്റ്റ് ക്ലാസ്സുകാർക്ക് സെക്കൻഡ് ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റുമോ? പിന്നെന്താ, ഫസ്റ്റ് ക്ലാസ്സുകാർക്ക് എവിടെ വേണേലും ഇരിക്കാം എന്ന് പറഞ്ഞ് പുള്ളി ഒരു ചിരിയൊക്കെ ചിരിച്ച് അദ്ദേഹം എൻ്റെ ടിക്കറ്റൊക്കെ നോക്കി അതിലൊരു ടിക്കറ്റ് അദ്ദേഹം നടന്നുപോയി. ഞാൻ സെക്കൻഡ് ക്ലാസ് തന്നെ ഇരിക്കാൻ തീരുമാനിച്ചു. കാരണം കുറച്ചുകൂടെ ആളുകളുള്ളത് സെക്കൻഡ് ക്ലാസ്സിലാണ്. ഫസ്റ്റ് ക്ലാസ്സിൽ പലപ്പോഴും 1-2 യാത്രക്കാരേ ഉള്ളൂ. ഇതിലാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ആളുകളുണ്ട്. ഞാൻ അങ്ങനെ ഇരുന്നു. ട്രെയിൻ പയ്യെ ഓടിത്തുടങ്ങി. സാൽസ്ബർഗ് നഗരം പിന്നിലായി. പിന്നെ ഗ്രാമങ്ങൾ, പല പല പട്ടണങ്ങൾ ഒക്കെ പിന്നിട്ട് ഓടിക്കൊണ്ടേയിരുന്നു. ഈ ട്രെയിനിന് ഒരു കുഴപ്പമുണ്ടായി. കുഴപ്പമല്ല, എനിക്ക് ഗുണമായി മാറി. ഈ ട്രെയിൻ പോകുന്ന എല്ലാ സ്റ്റേഷനിലും നിർത്തിയാണ് പോകുന്നത്. വളരെ സ്ലോയിൽ പോകുന്ന ഒരു ട്രെയിന്. ആ ട്രെയിന് വിയന്നയിലെത്തുമ്പോഴത്തേക്കും രാത്രി 9 മണിയായി. ഞാൻ വിയന്ന റെയിൽവേ സ്റ്റേഷനിൽ പുറത്തിറങ്ങി. ഇനി എനിക്ക് ഒരു ഐഡിയ ഇല്ല എങ്ങോട്ട് പോകണമെന്ന്. ഇവിടെ ഒരാളും എന്നെ സഹായിക്കാനില്ല, ആരും കാത്തു നിൽക്കില്ല. ഇനി എനിക്ക് ഹോട്ടൽ കണ്ടുപിടിക്കണം. ഞാൻ ഹോട്ടൽ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഐബീസ് ഹോട്ടൽ. ഐബീസിന് പല ഹോട്ടലുകളുണ്ട്. അതിലെ ഒരു പ്രത്യേക ഐബീസ്, ഏറ്റവും വില കുറഞ്ഞ ഐബീസ് ഹോട്ടലാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. അത് വിയന്ന നഗരത്തിൻ്റെ ഏതാണ്ട് ഒരു കിഴക്ക് ഭാഗത്താണ്. ഡാന്യൂബ് നദിയുടെ വലിയ ദൂരമില്ലാതെ ഒരു ഭാഗത്താണെന്ന് എനിക്കറിയാം. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്. ഞാൻ ഒരു ടാക്സി വിളിക്കാൻ തീരുമാനിച്ചു. ഒരു ടാക്സി വിളിച്ചു. ഈ ടാക്സി ഓടിക്കുന്നത് ഒരു ആഫ്രിക്കൻ വംശജനാണ്. ഈ യൂറോപ്പിലൊക്കെ പ്രത്യേകിച്ച് ഓസ്ട്രിയയിലൊക്കെ അക്കാലത്തും ധാരാളം ആഫ്രിക്കൻ വംശജർ വന്നിട്ടുണ്ട്. അവരൊക്കെ പലപ്പോഴും ആദ്യത്തെ അവരുടെ ജോലിയായിട്ട് കിട്ടുന്നത് പലപ്പോഴും ടാക്സി ഓടിയിലാണ്. ഞാൻ അയാളുമായിട്ട് സംസാരിച്ചു. അയാൾ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. ഞാൻ ഹോട്ടലിൻ്റെ പേര് പറഞ്ഞു, അഡ്രസ്സ് കൊടുത്തു. അദ്ദേഹം ഒരു ചിരിയോടെ എന്നെ കയറ്റി. ഞങ്ങളിങ്ങനെ പല വഴികളിലും ലൈറ്റൊന്നുമില്ല, എതിലൂടെയൊക്കെ പോയെന്ന് എനിക്കറിയില്ല. ഏതായാലും ഒരു 15-20 മിനിറ്റ് ഓടി എന്നെ ഐബീസ് ഹോട്ടലിന് മുമ്പിൽ കൊണ്ട് ഇറക്കി വിട്ടു. അങ്ങേർക്ക് പൈസയൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു. ഹോട്ടലിൽ കയറി ചെക്ക് ഇൻ ചെയ്തു. ഈ ഹോട്ടലിൽ പക്ഷേ ഒരു കുഴപ്പമുണ്ട്, അതിനകത്ത് ഇപ്പോൾ റെസ്റ്റോറൻ്റ് ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു ബഡ്ജറ്റ് ഹോട്ടലാണ്. ഐബീസിൻ്റെ ഏറ്റവും നിരക്ക് കുറഞ്ഞൊരു ഹോട്ടലാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, ട്രെയിനിൽ നിന്നും കഴിച്ചില്ല. ഇവിടെ എത്തി ഹോട്ടലിൽ നിന്നോ അല്ലെങ്കിൽ സ്ട്രീറ്റുകളിൽ നിന്ന് എവിടെ നിന്നെങ്കിലും കഴിക്കാമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ 9:30 കഴിഞ്ഞിരിക്കുന്നു സമയം. ഞാൻ പെട്ടെന്ന് തന്നെ ചെക്ക് ഇൻ ചെയ്തു. മുറി കൊണ്ട് ബാഗൊക്കെ വെച്ചു. പെട്ടെന്ന് താഴെ ഇറങ്ങി. അപ്പോഴത്തേക്കും ഒരു 10 മണിയായി. ഈ സ്ട്രീറ്റിലെ പല കടകളും അപ്പോഴത്തേക്ക് അടഞ്ഞു കഴിഞ്ഞു, റെസ്റ്റോറൻറ്റുകൾ. കുറേ ദൂരം നടന്നു ചെന്ന് കഴിയുമ്പോൾ ഒരിടത്തൊരു പിസ്സ വിൽക്കുന്ന കടയുണ്ട്. ഞാൻ സത്യത്തിൽ ജീവിതത്തിൽ അതുവരെ പിസ്സ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ 2002 എത്തുമ്പോഴേക്കും പല രാജ്യങ്ങളോട് സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും അതുവരെ എനിക്ക് പിസ്സ കഴിക്കണമെന്ന് എനിക്കൊരു തോന്നലുണ്ടായിട്ടില്ല. എനിക്കെന്തോ അത് ഒരു ഇഷ്ടപ്പെട്ടൊരു വിഭവമായിട്ട് അന്ന് തോന്നിയിട്ടേ ഇല്ല. വേറെ കടയൊന്നുമില്ല. ഒടുവിൽ ഞാൻ ഈ റെസ്റ്റോറൻറ്റിൽ കയറി പിസ്സ ഓർഡർ ചെയ്തു. അപ്പോൾ ഇവർ പല പിസ്സകളുണ്ട്, അതിൽ പല സൈസുണ്ട്. അപ്പോൾ ഇത് ഏത് സൈസ് എന്നൊന്നും എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. ഞാനതിലെ നല്ല വിശപ്പാണല്ലോ, ഏറ്റവും നല്ലത് തന്നെ അങ്ങ് ഓർഡർ ചെയ്തു. അപ്പോൾ ഇതുണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഇവരിത് പരത്തി അതിൻ്റെ മുകളിൽ എന്തൊക്കെ ഇട്ട് കുറേ സാധനങ്ങളൊക്കെ വെതറി ചീസൊക്കെ ഇട്ട് ഇതിനെ ഒരു ഷവ്വൽ പോലത്തെ ഒരു സാധനത്തിനകത്ത് കയറ്റി അടുപ്പിനകത്തേക്ക് അങ്ങനെ തള്ളുകയാണ്. അതകത്ത് വെച്ച് മൊരിഞ്ഞ് കുറച്ച് സമയം കൊണ്ടെടുത്ത് ഒരു ഇതിലാക്കി കൊണ്ടുവന്നിരുന്നു. അപ്പോൾ കൊണ്ടുവന്നപ്പോഴൊരു കാര്യം മനസ്സിലായേ, ഒരു വലിയ വട്ടം സാധനമാണ്. വേണമെങ്കിൽ ഒരു 4 പേർക്ക് കഴിക്കാനുള്ള സാധനമുണ്ട്. അതിൽ ഒരു 4-1 എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അതും ഒരു ജ്യൂസും കഴിച്ച്. അപ്പോൾ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുക, ഇതെന്ത് ചെയ്യും? അപ്പോൾ ഈ വിളമ്പിയ ആൾ തന്നെ വന്നിട്ട് ചോദിച്ചു, ഇത് നിങ്ങൾക്ക് പാക്ക് ചെയ്ത് തരട്ടെ?
അപ്പോഴത്തെ ഒരു ആവേശത്തിൽ ഞാൻ പറഞ്ഞു ശരി പാക്ക് ചെയ്തെടുത്തോളാൻ പറഞ്ഞു. ഇത് പാക്ക് ചെയ്തു. അപ്പോൾ ഇത് പിസയുടെ ഷേപ്പിലുള്ള ഒരു പെട്ടിയൊക്കെ ഉണ്ട്. അത് മനോഹരമായ പെട്ടിയാണ്. അതിനകത്ത് ഈ പിസ വെച്ച് കഴിഞ്ഞാൽ രസമുള്ളൊരു ഒരു ബോക്സാണത്. ഈ ബോക്സിനകത്താക്കി സാധനമാക്കി എന്നിട്ടൊരു കാരി ബാഗിനൊക്കെ ആക്കി തന്നു. ഞാൻ പൈസയൊക്കെ പേ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ എനിക്കറിയാം വന്ന വഴി നല്ല തണുപ്പാണ്. ആ തണുപ്പിലൂടെ ഞാൻ തിരിച്ചു നടന്നു. അങ്ങനെ ഞാൻ മുറിയിലേക്ക് കയറി വരുമ്പോൾ എന്നെ അവിടെ കൗണ്ടറിൽ ഞാൻ ചെക്ക് ഇൻ ചെയ്തപ്പോൾ അവിടെ റിസപ്ഷനിലിരുന്ന ഒരു ആൺകുട്ടിയും പെൺകുട്ടിയാണ്. ഇവരെന്നെ വിഷ് ചെയ്യുന്നു. ഹൗ ആർ യു, എങ്ങനെയുണ്ടായിരുന്നു, ഡിന്നർ കഴിച്ചോ, എങ്ങനെയുണ്ടായിരുന്നു ഈവനിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് കുശലം പറഞ്ഞു. സാധാരണ യൂറോപ്പിൽ അങ്ങനെ കാണുന്നൊരു രീതിയല്ല. ഞാൻ അവരുടെ അടുത്തേക്ക് ചെന്നു. അവർ പരിചയപ്പെട്ടു. ഞാൻ ഇന്ത്യയിൽ നിന്നാണ്, ഇങ്ങനെ ടെലിവിഷന് വേണ്ടി ട്രാവലോഗ് ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് വലിയ കൗതുകമായി. അവർ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസാണ് ഇവർ രണ്ടുപേരും. അവർ നൈറ്റ് ഡ്യൂട്ടിക്ക് വന്നിരിക്കുന്നതാണ്. ഈ ദിവസങ്ങളിലൊക്കെ അവധിയുമാണ്, ഇന്ന് നാളെയൊക്കെ അവധിയാണ് അവിടെ. അതുകൊണ്ട് അവർക്ക് ഇന്ന് നൈറ്റും നാളെ പകലും കൂടെ ജോലി ചെയ്യാവുന്ന രീതിയിലാണ് ഇവർ വന്നിരിക്കുന്നത്. അപ്പോൾ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് വലിയ സൗഹൃദത്തിലായി. എൻ്റെ യാത്രയുടെ കൗതുകങ്ങളൊക്കെ അവരെ ആവേശം കൊള്ളിച്ചു. അവർ പറഞ്ഞു അവരുടെയും സ്വപ്നം ഇങ്ങനെ യാത്ര ചെയ്യലാണ്. അങ്ങനെ പറഞ്ഞിരുന്നപ്പോൾ എൻ്റെ കയ്യിൽ ഈ പൊതി, ഞാൻ വിചാരിച്ചു ഇത് ഇവർക്ക് കൊടുത്തേക്കാം. ഞാൻ ചോദിച്ചു നിങ്ങൾ നിങ്ങളുടെ ഡിന്നർ കഴിച്ചോ? ഇല്ല, കഴിക്കണം. ഞാൻ പറഞ്ഞു ഞാനൊരു ഡിന്നർ കുറച്ച് തരട്ടെ നിങ്ങൾക്ക്. അവർക്കപ്പോൾ കൗതുകമായി. ഞാൻ പറഞ്ഞു എനിക്കൊരു അബദ്ധം പറ്റി, ഞാൻ പിസ കഴിക്കാൻ കയറി, അതെനിക്ക് ഉദ്ദേശിച്ചത്ര കഴിക്കാൻ പറ്റിയില്ല, ഞാനത് പാക്ക് ചെയ്ത് വാങ്ങി, ഇനി അത് എന്ത് ചെയ്യണമെന്നും എനിക്കറിയില്ല, ഞാനത് നിങ്ങൾക്ക് തരാം, നിങ്ങൾ കഴിച്ചോളൂ. അവർക്ക് വലിയ സന്തോഷമായി. ഇങ്ങനെ ആരും അവരുടെ അടുത്ത് പെരുമാറാറില്ല. എല്ലാവരും യാന്ത്രികമായിട്ട് വരുന്നു പോകുന്നു, അങ്ങനെയാണല്ലോ. അങ്ങനെ ഞാൻ ആ വാങ്ങിക്കൊണ്ടുവന്ന പിസയുടെ 4/3 ഭാഗം അവരെ ഏൽപ്പിക്കുന്നു. അവർ കുറേ നേരം പല തവണ നന്ദി പറയുന്നു. ഞാൻ വാങ്ങിയ പിസയ്ക്ക് അങ്ങനെ ഒരു ഉപയോഗം ഉണ്ടായല്ലോ എന്നുള്ള സന്തോഷത്തോടെ ഞാൻ മുറിയിലേക്ക് പോയി. അന്ന് സുഖകരമായ ഒരു ഉറക്കം. ആ ദീർഘമായ ഉറക്കത്തിനിടയിലാണ് മുറിയിലെ ഫോൺ ബെല്ലടിക്കുന്നത്. ഞാൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന് ഫോൺ എടുത്തു. അപ്പോൾ ഫോണിൻ്റെ മറ്റേ തലയ്ക്കിൽ മലയാളത്തിലൊരാൾ സംസാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു ഞാൻ എബിയാണ്. എനിക്ക് ആദ്യം പിടികിട്ടിയില്ല. ഞാൻ എബി തോമസ്, ബിനുവിൻ്റെ കസിൻ. എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. ബിനുവിൻ്റെ ഒരു കസിൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഈ വിയന്നയിൽ വന്ന് താമസമാക്കിയിട്ടുണ്ട്. അദ്ദേഹം എൻ്റെ നാട്ടുകാരനാണ്, കുറവലങ്ങാടുകാരനാണ്. ഞാൻ മ്യൂണിക്ക് വെച്ച് ബിനുവായിട്ട് സംസാരിക്കുമ്പോൾ ഞാനിങ്ങനെ വിയന്നയിൽ വരുന്നുണ്ടെന്നും ഇന്ന ഹോട്ടലിലാണ് താമസിക്കുന്നതെന്നും ഒക്കെ ബിനുവിനറിയാം. ബിനു ഈ എബിയെ വിളിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഞാൻ ഇന്ന് അവിടെ വിയന്നയിലെത്തിയിട്ടുണ്ട് എന്നും നാളെ യാത്രകൾക്ക് പോകാൻ പല സ്ഥലങ്ങളിലേക്കും പോകാൻ സമയമുണ്ടെങ്കിൽ ഒന്ന് ചെന്നാൽ നന്നായിരിക്കും എന്നൊക്കെ ബിനു അറിയിച്ചതനുസരിച്ച് അദ്ദേഹം താഴെ ഹോട്ടലിൽ വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ റെഡിയായിട്ടില്ല. ഞാൻ പറഞ്ഞു ഞാൻ പെട്ടെന്ന് വരുന്നു. 15 മിനിറ്റ് കൊണ്ട് റെഡിയായി ഞാൻ ക്യാമറയും അനുസാരികളും ഒക്കെ എടുത്ത് പെട്ടെന്ന് താഴേക്ക് ചെന്നു. ഇന്ന് ഞാൻ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് എൻ്റെ ബാഗൊക്കെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ എബിയെ ഞാൻ കാണുന്നത്. എബി തോമസിനെ നാട്ടിൽ വെച്ച് കണ്ടിട്ടുള്ളതേ ഉള്ളൂ. അദ്ദേഹം അപ്പോൾ തന്നെ ഏതാണ്ട് 10-15 വർഷത്തിലേറെയായി ഓസ്ട്രേലിയയിലെത്തിയിട്ട്. അദ്ദേഹം UN ഒരു ഉദ്യോഗസ്ഥനാണ്. യുണൈറ്റഡ് നേഷൻസിൻ്റെ വലിയൊരു ക്യാമ്പസ് ഈ വിയന്നയിലുണ്ട്. ആറ്റമിക് എനർജിയുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ UN ഓഫീസ് പ്രവർത്തിക്കുന്നത് വിയന്നയിലാണ്. അവിടെയാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്നെന്താ പരിപാടി? ഞാൻ പറഞ്ഞു നമുക്ക് നഗരത്തിലെ കാഴ്ചകളിലേക്ക് പോകണം, പല കാഴ്ചകളിലേക്ക് പോകണം. എബി പറഞ്ഞു ആദ്യം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലമൊന്നും നിങ്ങൾക്ക് കാണണ്ടേ? ഇന്ന് അവധിയാണ്, അധികം ആളൊന്നും ഉണ്ടാവില്ല. പക്ഷേ അവധിയുള്ളൊരു ദിവസം UN ആസ്ഥാനം പോയി കണ്ടിട്ടുള്ള ഏക വ്യക്തി ചിലപ്പോൾ നിങ്ങളായിരിക്കും. നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കാറിൽ വിയന്ന നഗരത്തിലൂടെ യാത്രയാവുകയാണ്. ആദ്യം നഗരത്തിലുണ്ട് കുറേ ഭാഗത്തൂടെ ഓടി ഡാന്യൂബ് നദിയെ ക്രോസ് ചെയ്യുകയാണ്. ഈ ആൽപ്സിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഈ ഡാന്യൂബ് എത്രയോ രാജ്യങ്ങളിലൂടെ, ആ രാജ്യ തലസ്ഥാനങ്ങളിലൂടെ ഒഴുകിയാണ് കരിങ്കടലിൽ ചെന്ന് ചേരുന്നതെന്നറിയോ? എത്രയോ 1000 കിലോമീറ്ററുകൾ ഒഴുകി ലോകത്തിലെ ഏറ്റവും നീളമുള്ള നദികളിലൊന്നാണ്. എത്രയോ ചരക്ക് നീക്കം നടക്കുന്ന, ജലഗതാഗതം നടക്കുന്ന വമ്പനൊരു നദിയാണ് ഡാന്യൂബ്. സംസ്കാരവാഹിനിയാണ് ഡാന്യൂബ്. പക്ഷേ ഈ ഡാന്യൂബ് ഇടയ്ക്ക് പ്രളയമുണ്ടാക്കും. ഈ വിയന്ന നഗരം തന്നെ പ്രളയത്തിൽ മുങ്ങിപ്പോകുന്ന ആളുകളുണ്ടാവുമായിരുന്നു. അന്നത്തെ ചക്രവർത്തി ഒരു തന്ത്രപരമായൊരു തീരുമാനമെടുത്തു. ഈ ഡാന്യൂബിൽ പ്രളയം ഉണ്ടാകുന്നതും കരയിലേക്ക് വെള്ളം കയറുന്നതും വെള്ളത്തിനെ ഉൾക്കൊള്ളാൻ മാത്രം വലിപ്പം നദിക്കില്ലാത്തത് കൊണ്ടല്ലേ? അങ്ങനെയാണെങ്കിൽ നദിയുടെ വീതി കൂട്ടിയാൽ പോരെ? അപ്പോൾ നദിയുടെ വീതി കൂട്ടുന്നതിന് പകരം നദിയെ ഒരു 3-4 പിളർപ്പുകളായിട്ട് അങ്ങോട്ട് ഒഴുക്കുക. വലിയ കൂറ്റൻ കനാലുകൾ നദിക്ക് പാരലായിട്ട് പണിതു. എന്നിട്ട് ഒഴുകി വരുന്ന നദിയെ പല കനാലുകളിലൂടെ ഒരേ സമയം ഒഴുക്കി. കനാലെന്ന് പറഞ്ഞാൽ ചെറിയ കനാലൊന്നുമല്ല, മറ്റൊരു നദി പോലെ തന്നെ കനാലുകൾ പണിതു. ആ നദി കടന്ന് നമ്മൾ ചെല്ലുന്നത് ഈ UN ആസ്ഥാനത്തിന് സമീപത്തേക്കാണ്. UN ആസ്ഥാനത്തിൻ്റെ പാർക്കിംഗ് കൊണ്ട് വണ്ടി നിർത്തി. ആരുമില്ല, അവധി ദിവസമാണ്. ഞാൻ ഈ ക്യാമറയൊക്കെ ഓൺ ചെയ്ത് വെച്ച് UN ആസ്ഥാനത്തിനകത്തേക്ക് കയറി ചെല്ലുന്നു. പ്രധാന വാതിലൂടെ അകത്ത് കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ അംഗരാജ്യങ്ങളുടെ എല്ലാം പതാകകൾ നാട്ടിക്കുത്തിയിട്ടുണ്ട്. അതിൽ ഞാൻ തപ്പി നടന്ന് ഇന്ത്യൻ പതാക കണ്ടെത്തി അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തിയെടുത്തു. പല കെട്ടിടങ്ങളാണ്, അതിമനോഹരമായ കെട്ടിടമാണ്. കണ്ടംപററി ശൈലിയിൽ പണിത മനോഹരമായ ബിൽഡിംഗ് കോംപ്ലക്സുകളാണ്. അതിഗംഭീരമായൊരു ക്യാമ്പസാണ്. ഒടുവിൽ എബിയുടെ മുറിയിലേക്ക് ചെന്നു.
ഈ എബിയുടെ ഓഫീസിൽ രസകരമായ ഒരു കാഴ്ചയുണ്ട്. നാടിൻ്റെ ഓർമ്മകൾ എപ്പോഴും ഉണ്ടാകാൻ വേണ്ടി അദ്ദേഹം അവിടെ ഒരു ചെറിയ ചെടിച്ചട്ടിക്കകത്ത് ഒരു കറിവേപ്പ് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇത്രയും പൊക്കമായി, 1 മീറ്ററിലധികം വളർന്നു. പുള്ളി പറഞ്ഞു, ഞാൻ കുറേ കൊല്ലമായിട്ട് ഇവനെ വളർത്തിക്കൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യയുടെ നാടിൻ്റെ ഓർമ്മ വേണ്ടപ്പോൾ ഞാൻ ഈ കറിവേപ്പിൻ്റെ ഇല പറിച്ചൊന്ന് മണക്കും. അങ്ങനെയാണ് എനിക്ക് നാടിൻ്റെ ഓർമ്മകൾ, എൻ്റെ നാടിൻ്റെ രുചികൾ, എൻ്റെ നാടിൻ്റെ സുഗന്ധം ഒക്കെ ഓർമ്മ വരുന്നത്. അങ്ങനെ ഒരു ഇന്ത്യൻ പ്രതിനിധിയായി എബി മാത്രമല്ല, അവിടെ ഒരു കറിവേപ്പുണ്ട്. ആ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. വീണ്ടും ഇനി ഞങ്ങൾ നഗരഹൃദയത്തിലെ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. വിയന്ന നഗരത്തിൻ്റെ ഏറ്റവും പ്രൗഢമായ കുറേ കാഴ്ചകളിലേക്ക് അങ്ങോട്ട് വണ്ടി വിട്ടു. നഗരത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം ചെല്ലുന്നത് റാത്ത് ഹൗസ് എന്ന് പറയുന്നൊരു കെട്ടിടമാണ്. റാത്ത് ഹൗസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോർപ്പറേഷൻ ആസ്ഥാനം എന്നൊക്കെ പറയുന്ന പോലെയുള്ളൂ. പക്ഷേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നഗരത്തിൻ്റെ ഭരണത്തെ നിയന്ത്രിച്ചിരുന്ന കെട്ടിടം, ഗംഭീരമായ ഒരു കലാരൂപം പോലെ നിൽക്കുന്ന ഒരു കെട്ടിടം, അതിമനോഹരമായ കെട്ടിടം. ആ റാത്ത് ഹൗസിന് മുമ്പിലും ഒരു വലിയ ഫിലിം ഫെസ്റ്റിവൽ നടക്കുകയാണ് ആ ദിവസങ്ങളിൽ, വിയന്ന ഫിലിം ഫെസ്റ്റിവൽ. അതും ഓപ്പൺ എയറിലാണ്. മുറ്റത്ത് കസേരകളൊക്കെ നിരത്തിയിട്ടിരിക്കുന്നു, ലൈറ്റ് ആൻഡ് സൗണ്ട് ഫെസിലിറ്റികൾ ഇതെല്ലാം പ്രൊഫഷണലായി സെറ്റ് ചെയ്തിരിക്കുന്നു. എന്തൊക്കെയോ ഉപകരണങ്ങളൊക്കെ ആയിട്ട് ആളുകൾ അങ്ങ് ഇങ്ങ് നടക്കുന്നു. വൈകിട്ട് ഷോയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. അതെല്ലാം ചിത്രീകരിച്ചു. റാത്ത് ഹൗസിൻ്റെ അടുത്ത് നമ്മൾ ഓസ്ട്രിയൻ പാർലമെൻറ്റ് മന്ദിരത്തിന് മുമ്പിലെത്തുന്നു. അതും ഒരു ക്ലാസിക് നിർമ്മിതിയാണ്, റോമൻ ശൈലിയിൽ പണിതൊരു കെട്ടിടം. അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തിയെടുക്കുന്നു. അതിനടുത്ത് തന്നെയാണ് അവിടുത്തെ ഓപ്പറ ഹൗസ്. അത് ഈ റാത്ത് ഹൗസിൻ്റെ നേരെ ഓപ്പോസിറ്റാണെന്ന് വേണേൽ പറയാം. ബുർഗ് തിയേറ്റർ എന്നാണ് അതറിയപ്പെടുന്നത്. അതും ഒരു ക്ലാസിക് നിർമ്മിതി. ഇവിടുത്തെ കെട്ടിടങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞാൽ എല്ലാം കലാപൂർണ്ണതയോടെയുള്ള പണിത കെട്ടിടങ്ങളാണ്. ആ കെട്ടിടങ്ങളൊക്കെ നമ്മൾ കണ്ടു നിന്ന് പോകും. ഈ ബുർഗ് തിയേറ്ററും അതിഗംഭീരമായ ഒരു തിയേറ്ററാണ്. അതിനകത്താണ് ഓപ്പറകളും കലാപരിപാടികളെല്ലാം നടക്കുന്ന പുരാതനമായൊരു തിയേറ്റർ. അതിനടുത്ത് തന്നെയാണ് ഹോഫ്ബുർഗ് പാലസ്. അതിൻ്റെ ഒരു ഭാഗമാണ് പ്രസിഡൻഷ്യൽ പാലസ്, അതായത് പ്രസിഡൻസിൻ്റെ ചാൻസലറി എന്നറിയപ്പെടുന്ന കെട്ടിടം. അതിനോട് ചേർന്ന് തന്നെ പഴയ കൊട്ടാരക്കെട്ടുകൾ. ആ കൊട്ടാരക്കെട്ടുകൾ ഹോഫ്ബുർഗ് എന്ന് പറയുന്ന ആ ഭാഗത്ത് ഇന്ന് മ്യൂസിയമാണ് പ്രവർത്തിക്കുന്നത്. അതിനകത്തൂടെ കവാടങ്ങൾ കടന്ന് കുതിരവണ്ടികളിങ്ങനെ വരുന്നു. മനോഹരമായ ഉദ്യാനങ്ങൾ അതിന് മുമ്പിൽ, അതിവിശാലമായ സ്ക്വയറുകൾ, അതിൻ്റെ അതിരുകളിൽ മനോഹരമായ മ്യൂസിയം ബിൽഡിങ്ങുകൾ, പലതരം മ്യൂസിയങ്ങൾ, ഇങ്ങനെയുള്ള നിരവധി ചരിത്ര നിർമ്മിതികൾ. ലോകത്തിൻ്റെ കലാകേന്ദ്രം ആയി എങ്ങനെ വിയന്ന മാറി എന്നുള്ളത് അവിടുത്തെ ഓരോ കെട്ടിടത്തിൽ നോക്കി നമുക്ക് മനസ്സിലാവും. അതിൻ്റെ നിർമ്മിതി കാണുമ്പോൾ മനസ്സിലാവും, അതിൻ്റെ പെർഫെക്ഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, അതിൻ്റെ കലാപൂർണ്ണത കാണുമ്പോൾ മനസ്സിലാവും, അതിനെ ഇന്ന് സംരക്ഷിക്കുന്ന രീതി കാണുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. വീണ്ടും കാറിൽ കയറി ഓടി. ഒരു സ്ഥലം കൂടെ നഗരത്തിൽ സുപ്രധാനമായൊരു സ്ഥലമുണ്ട്. അതുകൂടെ കണ്ടിട്ട് നമുക്ക് നഗരത്തിന് പുറത്തേക്ക് പോകണമെന്നാണ് എബി പറയുന്നത്. ഞങ്ങൾ വണ്ടി ഓടി ചെല്ലുന്നത് മറ്റൊരു സ്ക്വയറിലേക്കാണ്, സ്റ്റീഫൻസ് പ്ലാറ്റ്സ് എന്ന് പറയുന്ന ഒരു സ്ക്വയറിലേക്ക്. അതിമനോഹരമായൊരു സ്ക്വയർ. യൂറോപ്പിലെ സ്ക്വയറുകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഭയങ്കരമായൊരു ആഠ്യത്വമാണ്. ചുറ്റും ചരിത്ര മന്ദിരങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. നല്ല ഭംഗിയുള്ള, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശിലയിൽ കൊത്തിയെടുത്ത് നിർമ്മിച്ചതുപോലത്തെ കെട്ടിടങ്ങൾ നിരന്നിരിക്കുന്നു. ഈ വലിയൊരു സ്ക്വയറിൻ്റെ ഒത്ത മധ്യത്തിൽ സെൻറ്റ് സ്റ്റീഫൻസ് ഡോം എന്ന് പറയുന്ന വമ്പനൊരു പള്ളി, ഏതാണ്ട് 40 നില കെട്ടിടത്തേക്കാൾ ഉയരമുള്ള ഒരു ഗോപുരമായിട്ട് നിൽക്കുന്ന ഒരു കൂറ്റൻ ദേവാലയം. ഈ ദേവാലയത്തിൻ്റെ മേൽക്കൂരയിൽ പതിച്ചിരിക്കുന്ന ഓടുകൾ പോലും മൾട്ടി കളറാണ്, ഒരു പ്രത്യേക ഡിസൈനിലാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതിമനോഹരമായൊരു പള്ളി. ഞാൻ പള്ളിക്കകത്തേക്ക് കയറി ചെന്നു. പള്ളിക്കകത്ത് ധാരാളം സന്ദർശകരുണ്ടെന്ന്. അവർ ചെന്ന് മെഴുകുതിരികൾ കത്തിക്കുന്നു, അവിടെ വയ്ക്കുന്നു. ഈ മെഴുകുതിരികളൊക്കെ ഫ്രീ അവിടെ വെച്ചിട്ടുണ്ട്, നമ്മൾ കാശ് കൊടുത്ത് വാങ്ങണ്ട. വേണമെങ്കിൽ അവിടെ ഒരു നേർച്ചപ്പെട്ടിയുണ്ട്, അതിനകത്ത് പൈസ ഇട്ടിട്ടും മെഴുകുതിരി എടുക്കാം. ഇനി പൈസ ഇല്ലാത്തവർക്ക് മെഴുകുതിരി എടുത്ത് കത്തിക്കാം. ഈ മെഴുകുതിരി കത്തിച്ച് വെക്കുക എന്നുള്ളത് ക്രിസ്ത്യൻ പള്ളികളിലെ ഒരു ആചാരമാണല്ലോ. പ്രൗഢമായ, ഗംഭീരമായ, നൂറ്റാണ്ടുകളുടെ പ്രായമുള്ള, പഴക്കമുള്ള ആ ചരിത്ര നിർമ്മിതിക്കകത്തൂടെ ക്യാമറയുമായിട്ട് ഞാൻ നടന്നു. പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അതിൻ്റെ ആ മുൻപിലെ ഏറ്റവും പ്രധാന വാതിലിൻ്റെ മുമ്പിൽ കുറേ കലാകാരന്മാർ നിരന്നിരിക്കുകയാണ്, സംഗീതജ്ഞർ നിരന്നിരിക്കുകയാണ്. ഒരേ വസ്ത്രം ധരിച്ച ആളുകൾ, ഏതാണ്ട് 100ഓളം ആളുകളുണ്ട്. അവരുടെ മുമ്പിൽ ഒരു കണ്ടക്ടറുണ്ട്, മ്യൂസിക് കണ്ടക്ടറുണ്ട്. അവരൊരു ഭക്തിഗാനം ആലപിക്കുകയാണ്. കുറേ ആളുകൾ ഇത് കേൾക്കാൻ വന്ന് നിൽക്കുന്നുണ്ട്. ഇവർ ആലാപനം തുടങ്ങിയപ്പോൾ കേൾക്കാൻ വന്നു നിന്നൊരു ആ കൂടെ പാടി തുടങ്ങി. കണ്ടക്ടർ ആവേശപൂർവ്വം അതിനെ നയിക്കുന്നു. കുറേ നേരം ഞാനത് ചിത്രീകരിച്ചു നിന്നു. അത് മുഴുവൻ കണ്ടു നിൽക്കാൻ ഞങ്ങൾക്ക് നേരമില്ല. ഞങ്ങൾക്ക് ഇനി യാത്ര ചെയ്യണം. ചരിത്രമുള്ളൊരു സ്ഥലത്തേക്കാണ്, നഗരത്തിന് പുറത്തേക്കാണ് പോകുന്നത്. ഇവിടുന്ന് 10-20 കിലോമീറ്റർ അകലെ ഭൂമിയുടെ അടിയിൽ, ഭൂഗർഭത്തിൽ 2ാം ലോകമഹായുദ്ധകാലത്ത് ഹിറ്റ്ലർ രഹസ്യമായി യുദ്ധവിമാനങ്ങൾ നിർമ്മിച്ചിരുന്നൊരു കേന്ദ്രമുണ്ട്. 100 കണക്കിന് കോൺസെൻട്രേഷൻ ക്യാമ്പിലെ തടവുകാരെ കൊണ്ടുവന്ന് പീഡനപൂർവ്വം പണിയെടുപ്പിച്ച് യുദ്ധവിമാനങ്ങൾ നിർമ്മിച്ചിരുന്ന ഒരു ഭൂഗർഭ ഫാക്ടറി, ഭൂമിക്കടിയിലെ ഒരു ഗുഹയിലെ ഒരു ഫാക്ടറി, അത് കാണാൻ പോകണം. അവിടേക്ക് ഞങ്ങൾ യാത്രയായി. അലാസ്ക
റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995 444 222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ.